നമ്മുടെയൊക്കെ നാടുകളിൽ ബോഡി ഷെയ്മിന് വേണ്ടി ചില വാചകങ്ങൾ, ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എട്ടുമുക്കാൽ അട്ടി വെച്ചത് എന്നൊക്കെ പറയുന്നത് പോലെ ചില ആളുകളുടെ പൊക്കക്കുറവിനെയും നിറവ്യത്യാസത്തെയും അംഗവൈകല്യങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്, പരിഹസിക്കുവാൻ വേണ്ടിയാണ് അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുകയാണ്, ഞാൻ സഫിയ റളിയല്ലാഹു അൻഹയുടെ പൊക്കക്കുറവിനെ സൂചിപ്പിച്ചുകൊണ്ട് ചില വാക്കുകൾ, ചില വാചകങ്ങൾ ഉപയോഗിച്ചു. ആംഗ്യഭാഷയിലോ മറ്റോ ആണ് അവർ അത് ഉപയോഗിച്ചത്. പൊക്കക്കുറവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ അത് പറയുകയും ചെയ്തത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പ്രവാചക തിരുമേനി വളരെ ഗൗരവത്തിൽ ഇപ്രകാരം ആയിഷ ബീവിയോട് പറഞ്ഞു, ലഖദ് ഖുൽതി കലിമത്തൻ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ അതീവ ഗൗരവമുള്ള വാക്കാണ്. ലൗ മുസിജ ബിഹ അൽ ബഹറു, ഉപ്പുരസമുള്ള സമുദ്രത്തിൽ കൊണ്ടുപോയി ഈ വാക്കിനെ ഇട്ടാൽ, കലർത്തിയാൽ ഉപ്പിനേക്കാൾ കഠിനമായി പോകും ആ വാക്ക്. ല മസിജത്തുഹു, ഉപ്പിനേക്കാൾ കടുപ്പമുള്ളതായിത്തീരും. അത്ര കടുപ്പമുള്ള വാക്കാണ് നീ ഉപയോഗിച്ചത്. അവരുടെ മനസ്സ് വേദനിച്ചു, വിഷമിച്ചു. സമൂഹത്തിന്റെ മുമ്പിൽ അവരെ പരിഹസിച്ചു. അത്തരം കടുത്ത വാക്കുകൾ നീ ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തിരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറയുകയുണ്ടായി. അതുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും ഒരു സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതും പ്രയോഗിക്കുന്നതും സംസ്കാരത്തിന് യോജിച്ചതല്ല. അത് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ